ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയുന്നത് മനോജ് കെ ജയൻ എന്ന അതുല്യ നടനെ കുറിച്ചിട്ടാണ്. മനോജ് കെ ജയൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മനോജ് കെ ജയനെ വെച്ച് ആലോചിച്ചതായിരുന്നു. പിന്നീട് മണിയമ്പിള്ള രാജു ആ കഥ കേൾക്കുകയും മോഹൻലാലിനെ സജസ്റ്റ് ചെയ്യുകയും ആ സിനിമ വേറെ ലെവലാവുകയും ഒക്കെ ചെയ്യും എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ലാലേട്ടൻ ആ ആറാം തമ്പുരാനിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞു. ഇത് മനോജേട്ടൻ അറിയുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ്, മണിയമ്പിള്ള രാജു പറയുമ്പോഴാണ് അറിയുന്നത് എന്നാണ്. എന്തായാലും മണിയമ്പിള്ള രാജു ഇത് കുറെ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്റർവ്യൂകളിൽ. മനോജേട്ടൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ആറാം തമ്പുരാൻ സിനിമയിൽ മനോജേട്ടൻ ആ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നെങ്കിൽ മനോജേട്ടൻ പറയുന്നത് അതൊരു കുഞ്ഞ് സിനിമയായി മാറുമായിരുന്നു എന്നതാണ്. പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. മനോജ് കെ ജയൻ എന്ന് പറയുന്ന നടൻ അത്രയും മോശം നടനോ അല്ലെങ്കിൽ അത്രയും ചെറിയ നടനോ ഒന്നുമല്ല. അദ്ദേഹം അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായി മലയാള സിനിമയിൽ നിലനിൽക്കുന്നതാണ്. ഏത് ക്യാരക്ടർ എടുത്ത് നോക്കിയാലും, അനന്തഭദ്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ സർഗം, പെരുന്തച്ചൻ, ഫാൻറ്റം പൈലി, അങ്ങനെ വ്യത്യസ്തമായ എത്രയോ സിനിമകൾ. ഈ ആറാം തമ്പുരാൻ ഇറങ്ങുന്നത് 1998 അതിന്റെ ഒരു വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ് അസുരാംശം എന്ന് പറയുന്ന ഷാജി കൈലാസിന്റെ സിനിമ, രഞ്ജിത്തിന്റെ തിരക്കഥയിൽ. ആ സിനിമ അതിഗംഭീര സിനിമയാണ്. അതായത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും മനോഹരമായ സിനിമ ഏതെന്ന് ചോദിച്ചാൽ അസുരാംശം എന്ന് പറയാം. കാരണം അത്രയും ലാഗ് ഇല്ലാതെ, ഒരു സെക്കൻഡ് പോലും ലാഗ് ഇല്ലാതെ നമുക്ക് 2.5 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അസുരാംശം. മനോജ് കെ ജയനും സിദ്ദിഖും ബിജു മേനോനൊക്കെ ഗംഭീര അഭിനയം, അഴിഞ്ഞാടിയ സിനിമയാണ് അസുരാംശം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത്തരം സിനിമയിലൊക്കെ നായകനായിട്ടുള്ള ആളാണ് മനോജ് കെ ജയൻ. മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ സ്വർണ്ണകിരീടം, കണ്ണൂർ എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റോറി പറയുന്ന സിനിമയിലൊക്കെ മനോജ് കെ ജയൻ ആയിരുന്നു നായകൻ. അത് അത്യാവശ്യം തിരക്കേടില്ലാതെ ഓടിയ സിനിമകളൊക്കെയാണ്. എന്തായാലും ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ മനോജ് കെ ജയൻ അഭിനയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുറേം കൂടെ ഉയരുമായിരുന്നു. മാത്രമല്ല ആറാം തമ്പുരാൻ സിനിമ വന്നതോടുകൂടി പിന്നീട് അങ്ങോട്ട് മനോജ് കെ ജയന് വലിയൊരു സിനിമകളും കിട്ടാതായി. പിന്നെ ഈ രാവണപ്രഭു പോലെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ച റോൾ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു റോളാണ്. എന്തിനാണ് അദ്ദേഹം അതൊക്കെ ചൂസ് ചെയ്തത് എന്നറിയില്ല. പിന്നീട് അങ്ങോട്ട് നായിക കഥാപാത്രങ്ങളുമായിട്ടൊന്നും അധികം മനോജേട്ടനെ കാണാൻ സാധിച്ചിട്ടില്ല മലയാളികൾക്ക്. ഈ ആറാം തമ്പുരാനിൽ മഞ്ജു വാര്യറും മനോജ് കെ ജയനും ആണെങ്കിലും ആ പടം മോശമാവില്ല. കാരണം സല്ലാപത്തിൽ മഞ്ജു വാര്യറും മനോജ് കെ ജയനാണ്. അതേ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമ തന്നെയാണ് സമ്മാനം എന്ന് പറയുന്ന സുന്ദർദാസിന്റെ ഒരു സിനിമ. അതും നല്ല സിനിമയായിരുന്നു. അതിലും നല്ല ജോഡികളായിരുന്നു അവര്. അപ്പോൾ ഒരിക്കലും ആ ഒരു അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറയുന്നതാവാം ഒരു ചെറിയ സിനിമയായി പോയേനെ എന്നൊക്കെ. പക്ഷെ ഏത് സിനിമ നായകന്മാരെ നോക്കാതെ തന്നെ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും ആ സിനിമയുടെ മേന്മ നോക്കിയിട്ട് എന്നും മലയാളത്തിനെ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിച്ചിരുന്നവരാണ് മലയാളികൾ. അപ്പൊ മനോജേട്ടനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, അദ്ദേഹം ഇത്തരം ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒട്ടും വിഷമമില്ല തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരിക്കലും തന്നെ ബൂസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി അധികം PR വർക്കൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ് മനോജ് കെ ജയൻ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും കുറെ മാറി നിൽക്കുന്ന ഘട്ടം വരുന്നു, അധികം സിനിമകളില്ലാതെ വരുന്നു. ഇതൊക്കെ മനോജ് കെ ജയനെ സംബന്ധിച്ച് മലയാളികൾ കണ്ടതാണ്. ഇനി ഉള്ള കാലങ്ങളിൽ മനോജ് കെ ജയൻ എന്ന് പറയുന്ന നടന് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കഥാപാത്രമാണെങ്കിലും, ഇപ്പോൾ നേരം പോലെയുള്ള സിനിമയിൽ വളരെ ചെറിയ റോളാണ്, പക്ഷെ ആ റോള് അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത്രയധികം രസത്തിൽ കോമഡി ചെയ്യാൻ പറ്റും എന്നും മനോജ് കെ ജയൻ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം എന്ന നടനിലൂടെ കടന്നു പോകട്ടെ. ഒരുപാട് ആശംസകൾ. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതും വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.